10ാം ക്ലാസ്സിലെ ഉന്നതമായിട്ടുള്ള വിജയത്തിന് ശേഷം +1 സയൻസ് കോഴ്സ് തിരഞ്ഞെടുത്തിട്ടുള്ള നിങ്ങൾക്കെല്ലാവർക്കും ഭാവിയുടെ നല്ലൊരാശംസകൾ നേരുകയാണ്. +1 സയൻസ് കോഴ്സിൻ്റെ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള കോമ്പിനേഷനിൽ എന്തൊക്കെ വിഷയങ്ങളാണ് പഠിക്കേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ആ വിഷയങ്ങളിൽ കമ്പൽസറി ആയിട്ടുള്ള ഒരു വിഷയമാണ് രസതന്ത്രം അഥവാ കെമിസ്ട്രി. ഇന്ന് നമ്മൾ +1 ക്ലാസ്സിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ നല്ല ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾക്ക് +1 ക്ലാസ്സിലേക്ക് കടന്നു ചെല്ലാൻ പാകത്തിലുള്ള ബ്രിഡ്ജ് കോഴ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. ഇത് നിങ്ങൾക്ക് ഏറെ പ്രയോജനകരമാവും. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 10ാം തരത്തിന് മുന്നേ അതുപോലെ 9ലും 8ലുമൊക്കെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതിവിടെ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് +1ലും +2ലൊക്കെ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഏറെ പ്രയോജനകരമാവും. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഇന്നത്തെ ഈ ബ്രിഡ്ജ് കോഴ്സിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഏതൊരു പഠന വിഷയവും എളുപ്പമാക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ആ വിഷയത്തെ സ്നേഹിക്കുക, ആ വിഷയത്തെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ രസതന്ത്രത്തെ, കെമിസ്ട്രിയെ നിങ്ങൾ 10ാം തരത്തിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് നല്ല എളുപ്പമുള്ള വിഷയമാണെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ, അതുകൊണ്ടാണ് നിങ്ങൾ സയൻസിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ സയൻസ് വിഷയം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കെമിസ്ട്രി നല്ല രൂപത്തിലേക്ക് കൂടുതൽ എളുപ്പമാവാൻ വേണ്ടിയിട്ട് ക്ലാസ്സിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് അറിയേണ്ടത് എന്നതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയുന്നത്. അതിൽ നമ്മൾ ആദ്യം പറയുന്നത് ഈ കെമിസ്ട്രി എന്ന് പറയുന്ന വിഷയത്തിനകത്ത് എത്ര മാർക്കിന്റെ പരീക്ഷയാണ് നടക്കുന്നത് എന്നതാണ് നമ്മൾ ആദ്യം ഇന്ന് പറയുന്നത്. +2 ഉൾപ്പെടെ +1ന്റെയും +2ന്റെയും മാർക്ക് ഉൾപ്പെടെയാണ് ഈ +2 കോഴ്സിന്റെ മാർക്കായിട്ട് 200 മാർക്കാണ് ഒരു സബ്ജക്റ്റിന് വരുന്നത്. അങ്ങനെ ഒരു സബ്ജക്റ്റിന് 200 മാർക്ക് ടോട്ടൽ വരുമ്പോൾ അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ്. +1ല് നമ്മൾ തിയറി പറയുമ്പോൾ, +1 തിയറി എന്ന് പറയുന്നത് പാഠഭാഗങ്ങൾ പഠിച്ച് എഴുതുന്ന റിട്ടൺ എക്സാമിനെയാണ് തിയറി പാർട്ട് എന്ന് നമ്മൾ പറയുന്നത്. അതിന് 60 മാർക്കിന്റെ പരീക്ഷയാണ് +1 പബ്ലിക് എക്സാമിന്, ഫൈനൽ എക്സാമിന് ഉള്ളത്. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ, CE എന്ന് പറയുന്നത് 10ാം തരത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. CE കണ്ടിന്യൂസ് ഇവാലുവേഷന് ഒരു വർഷം 20 മാർക്കാണ് കണ്ടിന്യൂസ് ഇവാലുവേഷന് വരുന്നത്. അങ്ങനെ +1ല് നിങ്ങൾ കെമിസ്ട്രി വിഷയത്തിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ടോട്ടൽ 80 മാർക്കാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ 80 മാർക്കിന്റെ പരീക്ഷയാണ്. നിങ്ങൾക്ക് പരീക്ഷ എന്ന് പറയുന്നത് റിട്ടൺ എക്സാം 60 മാർക്കിന്റെയും അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ 20 മാർക്കിന്റെയും ടോട്ടൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഔട്ട് ഓഫ് 80 എത്ര എന്നുള്ളതാണ്. അതേപോലെ സെക്കൻഡ് ഇയർ നമ്മൾ എത്തുമ്പോൾ, +2 എത്തുമ്പോൾ അതിലും തിയറിയുടെ മാർക്ക് സെയിം തന്നെയാണ്, 60 ആണ്. ഒപ്പം കണ്ടിന്യൂസ് ഇവാലുവേഷന്റെ മാർക്ക് 20 ആണ്, 20 മാർക്കാണ്. അപ്പൊ കണ്ടിന്യൂസ് ഇവാലുവേഷൻ 20 മാർക്ക്, അതുപോലെ തിയറി എക്സാമിനേഷന്റെ 20 മാർക്ക്, 60 മാർക്ക്, അങ്ങനെ ടോട്ടൽ 80 മാർക്ക്. കൂടാതെ 40 മാർക്കിന്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഫസ്റ്റ് ഇയർ ഇല്ല, +1നില്ല, +2ന്റെ ബോർഡ് എക്സാമിന്റെ പബ്ലിക് എക്സാമിന്റെ കൂടെയാണ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവുക. 40 മാർക്കാണ് പ്രാക്ടിക്കൽ എക്സാമിനേഷന്. അങ്ങനെ 120 മാർക്കിന്റെ ചോദ്യങ്ങളാണ്, മാർക്ക് സ്കോറാണ് നമുക്ക് +2ന് ലഭിക്കുന്നത്. അപ്പൊ ആകെ ഫസ്റ്റ് ഇയറിന്റെ 80ഉം സെക്കൻഡ് ഇയറിന്റെ 120യും കൂടിയിട്ട് ആണ് നമുക്ക് ടോട്ടൽ കെമിസ്ട്രി വിഷയത്തില് 200 മാർക്കിന്റെ പരീക്ഷയാണ് ഈ 2 വർഷവും കൂടിയിട്ട് നടക്കുന്നത്. ഇനി ഈ 200 മാർക്കിൽ നമുക്ക് A+ നേടണമെങ്കിൽ എത്രയാണ് വേണ്ടത്? 180 മാർക്ക്. ഫസ്റ്റ് ഇയറിന് വേറെ A+, സെക്കൻഡ് ഇയറിന് വേറെ A+, അങ്ങനെയില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്
ടോട്ടൽ ഔട്ട് ഓഫ് 200 180 ആൻഡ് എബോവ് 200 വരെയുള്ള മാർക്ക് ലഭിച്ചവർക്ക് A+ കിട്ടും. അതുപോലെ തന്നെ തൊട്ട് താഴെ 160 മുതൽ 179 വരെയുള്ളവർക്ക് A, അതിന് താഴെ B+, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയാം. അപ്പം അതിലേക്ക് മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇന്ന് സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുക, എന്നിട്ട് എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതെന്ന് ആലോചിക്കുക. നന്നായിട്ട് +1 ക്ലാസ്സിലേക്ക് നല്ല കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് പോകാൻ വേണ്ടി കഴിയണം. നിങ്ങൾക്ക് എല്ലാവർക്കും A+ നേടാൻ വേണ്ടിയിട്ട് കഴിയുമെന്നുള്ളത് തീർച്ചയാണ്. +1 ആൻഡ് +2 കെമിസ്ട്രി പാഠഭാഗങ്ങളിൽ എത്ര ചാപ്റ്റേഴ്സ് ആണുള്ളത് എന്നതാണ് ഞാൻ അടുത്തത് സൂചിപ്പിക്കുന്നത്. അതായത് +1 കെമിസ്ട്രിയിൽ നമുക്ക് 14 ചാപ്റ്റേഴ്സ് ആണ്, 14 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അതിന് മിക്ക പാഠഭാഗങ്ങളും 10ാം തരത്തിലും അതുപോലെ തന്നെ നിങ്ങൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചതിന്റെ തുടർച്ച എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. +2 ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് 16 ചാപ്റ്റർ ആണ് നമുക്ക് അതിനകത്ത് +2 ക്ലാസ്സിൽ പറയാൻ വേണ്ടിയുള്ളത്. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എല്ലാവരും +1 ക്ലാസ്സിലേക്ക് കടക്കുന്നു എന്നുള്ള ഒരു കാര്യം ഓർമ്മയിൽ വെച്ചുകൊണ്ട് +1 കെമിസ്ട്രിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നിങ്ങൾക്ക് നടത്താമെന്നതാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോ കെമിസ്ട്രിയെ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട്, പഠന മേഖലയെ മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. നിങ്ങളുടെ ഒരു ലെവലിലാണ് ഞാൻ സംസാരിക്കുന്നത്. +1 ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ മൂന്നായിട്ട് നമ്മൾ കടക്കുമ്പോ ഫിസിക്കൽ കെമിസ്ട്രി, അതുപോലെ തന്നെ ഇനോർഗാനിക് കെമിസ്ട്രി, മറ്റൊന്ന് ഓർഗാനിക് കെമിസ്ട്രി എന്നിങ്ങനെ 3 വിഭാഗങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാൻ വേണ്ടി ഉള്ളത്. ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്നത് ഫിസിക്കൽ നേച്ചർ ആവാം, അതുപോലെ തന്നെ ഇക്വിലിബ്രിയം, തെർമോഡൈനാമിക്സ് ഒക്കെ പോലെയുള്ള പാഠഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്നത്. പീരിയോഡിക് ടേബിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പീരിയോഡിക് ടേബിൾ അതിലുള്ള മൂലകങ്ങളെ, എലമെന്റ്സിനെ കുറിച്ച് ഡിഫറന്റ് ബ്ലോക്ക് എലമെന്റ്സുകളൊക്കെ ഉണ്ട്, അറിയാലോ, കേട്ടിട്ടുണ്ടല്ലോ. അപ്പം ആ ബ്ലോക്ക് എലമെന്റ്സ് അതിനെ സെപ്പറേറ്റ് ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിക്കുന്നു. അതിനെ ആണ് നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. എന്നാൽ കാർബണും അതിന്റെ കോമ്പൗണ്ടുകളെയും കുറിച്ച് പഠിക്കുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ചിനെയാണ് ഇറ്റ് ഈസ് കോൾഡ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 3 വിഭാഗങ്ങളായിട്ട് ഫിസിക്കൽ കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി എന്നിങ്ങനെ നമുക്ക് ഈ മൊത്തം പാഠഭാഗങ്ങളെ 3ആയിട്ട് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള സിലബസ് എന്ന് പറയുന്നത് NCERT-യുടെ സിലബസ് അഥവാ SCERT-യുടെ സ്റ്റേറ്റ് നമ്മൾ തീരുമാനിക്കുന്നതിന്റെ NCERT-യുടെ അതേ വകഭേദം തന്നെയാണ് സ്റ്റേറ്റിന്റെ പിന്നെ വിദ്യാഭ്യാസ ഗ്രൂപ്പായിട്ടുള്ള SCERT ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. ആ പുസ്തകങ്ങൾ നിങ്ങൾക്ക് NCERT-യുടെ വായിക്കാം, അല്ലെങ്കിൽ SCERT-യുടെ ബുക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പാഠഭാഗങ്ങൾ ഒക്കെ സെയിം ആണ്. അപ്പോ ഈ പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന പാഠപുസ്തകമാണ്, ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾ റഫറൻസ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്. ഇനി നമ്മൾ പറയുന്നത് +1 കെമിസ്ട്രി പാഠഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു 14 പാഠഭാഗങ്ങളാണ് +1 കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ളത്. ഈ പാഠഭാഗങ്ങളിലൂടെ നമുക്ക് ഒന്ന് കണ്ണോടിക്കാം. നിങ്ങൾ ആരും തന്നെ പേടിക്കേണ്ടതില്ല, ആശങ്കയൊന്നും വേണ്ട. ഈ 14 പാഠഭാഗങ്ങളും ഞാൻ പറയുമ്പോൾ ഒരുപാട് പഠിക്കാനുണ്ടല്ലോ എന്നുള്ള തോന്നലൊന്നും വേണ്ട. അതായത് നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട്, ഓരോ കണ്ടന്റ് ആയിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ക്ലാസ്സിൽ പറഞ്ഞു തരുമ്പോൾ വളരെ എളുപ്പത്തിൽ ഓരോ സെക്ഷൻ ആയിട്ട് പഠിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ അത് കിട്ടും. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഓരോ ചാപ്റ്ററിന്റെ ഹെഡിങ്ങിലൂടെ നിങ്ങൾ നേരത്തെ പഠിച്ച ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്നുകൂടി ഓർത്തു വെക്കാൻ വേണ്ടി കഴിയും. 10ാം തരത്തിലും അതിനു മുന്നേയുള്ള ക്ലാസ്സുകളിലും പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഓർത്തെടുക്കാനും അത് +1 ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഒരു തയ്യാറെടുപ്പ് നടത്താനും സാധിക്കുന്ന രൂപത്തിലാണ് ഞാൻ പാഠഭാഗങ്ങൾ പറഞ്ഞു പോകുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്നാണ്. +1 കെമിസ്ട്രിയുടെ ആദ്യ പാഠഭാഗത്തിൽ ഇൻട്രൊഡക്ഷൻ ആണ് കെമിസ്ട്രിയെ കുറിച്ച്, കെമിസ്ട്രിയുടെ ബ്രാഞ്ചസ് എന്തൊക്കെയാണ്, കെമിസ്ട്രിയുടെ പിന്നെ സാധ്യതകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള വളരെ ജനറൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഓഫ് കെമിസ്ട്രി എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. ഒപ്പം തന്നെ നേച്ചർ ഓഫ് മാറ്റർ, ഒരു പദാർത്ഥത്തിന്റെ സ്വഭാവങ്ങളെ കുറിച്ച് പറയുന്നു, അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റുകളെ കുറിച്ച് പറയുന്നു.
മാസും വെയിറ്റും തമ്മിലുള്ള ബന്ധം എന്താണ്, അതുപോലെ തന്നെ സയന്റിഫിക് നൊട്ടേഷൻ, ഒരു ഡാറ്റ നമ്മൾ എങ്ങനെയാണ് സയന്റിഫിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഒരു ഫിഗർ നമ്മൾ സയന്റിഫിക് വാല്യൂ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്നുള്ളതാണ് അതിന് നമ്മൾ പറയുന്നത്. അത് നിങ്ങൾ 10ാം തരത്തിൽ കേട്ടിട്ടുള്ള കാര്യമല്ല. അതേപോലെ തന്നെ മറ്റൊന്ന് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, എലമെന്റുകൾ കമ്പൈൻ ചെയ്തിട്ട് കോമ്പൗണ്ടുകളായി മാറുമ്പോൾ ചില ലോനെ ബേസ് ചെയ്തിട്ട് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്നൊക്കെ പറയുന്ന ലോസ് അതിനകത്ത് ഉണ്ട്. അതുപോലെ തന്നെ ഡാൾട്ടൺസ് ലോ ഓഫ് അറ്റോമിക് തിയറി, ഓൾ മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് ആറ്റംസ് എന്നൊക്കെ പറയുന്ന, ആറ്റങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് വളരെ ടൈനി ആയിട്ടുള്ള പാർട്ടിക്കിളാണ് ആറ്റംസ്. അങ്ങനെയുള്ള ലോ ഡാൾട്ടൺ പറഞ്ഞിട്ടുള്ള ജോൺ ഡാൾട്ടൺ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആറ്റത്തിന്റെ തിയറിയാണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി. മറ്റൊന്ന് അറ്റോമിക് മാസ് ആൻഡ് മോളിക്യുലാർ മാസ് എന്തൊക്കെയാണ് എന്നതാണ് മറ്റൊരു ടോപ്പിക് ഈ പാഠഭാഗത്തിൽ വരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്യുലാർ ഫോർമുല. ഒരു കോമ്പൗണ്ടിന്റെ ഷോർട്ടസ്റ്റ് ഫോർമുലയാണ് എംപിരിക്കൽ ഫോർമുല, യഥാർത്ഥത്തിലുള്ള അതിന്റെ ഫോർമുലയാണ് മോളിക്യുലാർ ഫോർമുല എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെയുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. അടുത്ത പാഠഭാഗമാണ് വളരെ ഇമ്പോർട്ടന്റ്. നിങ്ങൾ 10ാം തരത്തിൽ ഒരു ചാപ്റ്റർ തന്നെ പഠിച്ചിട്ടുണ്ട്, മോൾ കൺസെപ്റ്റ് എന്താണ്. അപ്പൊ മോൾ കൺസെപ്റ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ മോൾ കൺസെപ്റ്റ് ഷോർട്ട് കട്ടിൽ എങ്ങനെയാണ് ഓർമ്മിച്ചെടുക്കുക എന്ന് മനസ്സിലാകും. മോൾ കൺസെപ്റ്റ് പൂർണ്ണമായിട്ടും 10ാം തരത്തിൽ പഠിച്ചിട്ടുള്ളതിന്റെ അത് പഠിക്കാനുണ്ട്. അതിന്റെ കൂടെ കുറച്ചുകൂടി ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും കൂടി, നമ്മളതിന്റെ പ്രോബ്ലംസ് എന്നാണ് പറയുക, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ പ്രോബ്ലംസ് എന്ന് നമ്മൾ വിളിക്കാം. അപ്പൊ പ്രോബ്ലംസ് ഉൾപ്പെടുന്ന ടോപ്പിക്കാണ് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. മറ്റൊന്ന് അതിന്റെ അവസാന പാഠഭാഗത്ത് വരുന്നത് ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ നമുക്ക് എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാം. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ അതിന് എത്ര ഗാഢതയുണ്ട് എന്ന് നമ്മൾ മൊളാരിറ്റി, മൊളാലിറ്റി എന്നൊക്കെ, മാസ് പെർസെന്റേജ് എന്നൊക്കെ പറയുന്ന കോൺസെൻട്രേഷൻ ടേംസ് വെച്ചിട്ടാണ് ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ പറയുന്നത്. അപ്പൊ ഇത്രയും പാഠഭാഗങ്ങൾ വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന പാഠഭാഗങ്ങളാണ് ഓരോന്നും. അപ്പൊ അത് ശ്രദ്ധാപൂർവം പഠിക്കണമെന്ന് മാത്രം. ഇതിനകത്ത് നിങ്ങൾക്ക് 10ാം തരത്തിലെ തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടി പറ്റുന്ന ടോപ്പിക് മോൾ കൺസെപ്റ്റ് ആണ്. രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ളതാണ്. സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഉള്ള ടോപ്പിക് ആദ്യത്തത് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ഓഫ് ആൻ ആറ്റം ആണ്. ഒരു ആറ്റത്തിനുള്ളിലുള്ള അടിസ്ഥാന കണങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രോൺ. പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണിന്റെയും ഡിസ്കവറിയാണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് വെച്ചിട്ടുള്ള ഡിസ്കവറി. അതുപോലെ തന്നെ അതിന്റെ ചാർജ്, അവരുടെ മാസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യ ഭാഗത്തിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. ഇനി ആറ്റത്തിന്റെ സ്ട്രക്ചറിലേക്ക് കടന്നു കഴിഞ്ഞാൽ 4 സ്ട്രക്ചറാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ഏറ്റവും ആദ്യം പറഞ്ഞ ആറ്റത്തിന്റെ ബേസിക് മോഡൽ പറഞ്ഞത് ജെ തോംസൺ ആണ്. ഇറ്റ് ഈസ് കോൾഡ് തോംസൺസ് ആറ്റം മോഡൽ. ഇതിനെ പ്ലം പുഡിംഗ് മോഡൽ എന്നൊക്കെ അതിനെ വിളിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെയാണ് റുദർഫോർഡ്സ് ആറ്റം മോഡൽ. റുദർഫോർഡ് ആണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. ആ ന്യൂക്ലിയസ് കണ്ടുപിടിക്കുന്നതിന് ബന്ധപ്പെട്ട ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്, ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് എന്നൊക്കെ പറയുന്ന എക്സ്പെരിമെന്റ് ചെയ്തിട്ടാണ് റുദർഫോർഡ് അത് കണ്ടുപിടിച്ചത്. അതേപോലെ തന്നെ ബോർ ആറ്റം മോഡൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലോവർ ക്ലാസ്സില്. ബോർ ആറ്റം മോഡൽ എന്തൊക്കെയാണ്, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, നിങ്ങൾക്ക് തയ്യാറാക്കി വെക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ബോർ ആറ്റം മോഡൽ. അതുപോലെ തന്നെ പുതിയതായിട്ട് നിങ്ങൾ ഈ പാഠത്തിൽ പഠിക്കുന്ന ആറ്റത്തിന്റെ 3 ഡയമെൻഷണൽ മോഡലാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. ആ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലാണ് ഓർബിറ്റൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിക്കുന്നത്. സ്റ്റേറ്റ് സിലബസ് പഠിച്ചിട്ടുള്ളവര് SPDF എന്ന് പറയുന്ന ഓർബിറ്റലുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. KLMN എന്ന് പറയുന്ന ഷെല്ല്, അത് ബോറിന്റെ ആറ്റം മോഡലിൽ വന്നതാണ്. CBSE 10th പഠിച്ചിട്ടുള്ളവര് ഷെല്ലിനെ കുറിച്ച് മാത്രമേ കേട്ടിട്ടുണ്ടാവൂ. അവര് ഈ ചാപ്റ്ററിനകത്ത് ഓർബിറ്റലുകളെ കുറിച്ച് SPDF എന്ന് പറയുന്ന ഓർബിറ്റലുകളെ കുറിച്ച് നമ്മളൊരു ടോപ്പിക് തന്നെ വരുന്നുണ്ട്. ഓർബിറ്റ് ആൻഡ് ഓർബിറ്റൽ എന്നുള്ളത് ഈ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിന്റെ അതിന്റെ ബേസ് ചെയ്യുന്ന ചില റൂൾസ് ഒക്കെ ഉണ്ട്. ഡി ബ്രോഗ്ലി ഇക്വേഷൻ,
ഹെയ്സൻബർഗ് അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ ഒക്കെ വെച്ചിട്ടാണ് ഈ മോഡലിലേക്ക് നമ്മൾ എത്തുന്നത്. അതിന്റെ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ പഠിക്കാനുള്ളതാണ്. മറ്റൊന്ന് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. മാക്സ് പ്ലാങ്ക് പ്രപ്പോസ് ചെയ്ത ക്വാണ്ടം തിയറിയാണ് E = h nu എന്ന് പറയുന്ന മാക്സ് ക്വാണ്ടം തിയറി. അതിന്റെ റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇലക്ട്രിക് എഫക്ട് എന്താണ്, അതിന്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ ഹൈഡ്രജൻ സ്പെക്ട്രം എന്താണ്, ഹൈഡ്രജൻ സ്പെക്ട്രത്തിലുള്ള ഡിഫറെന്റ് ലൈൻസ് ഒക്കെ ഉണ്ട്. ലൈമൻ സീരീസ്, ബാമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ് ആൻഡ് ഫണ്ട് സീരീസ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വെറുതെ മറിച്ച് നോക്കി കാണാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ക്വാണ്ടം നമ്പേഴ്സ്. പുതിയ ടോപ്പിക്കാണ്. ക്വാണ്ടം നമ്പേഴ്സിന്റെയും സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഷേപ്പ് ഓഫ് ഓർബിറ്റൽസ്. ഞാൻ നേരത്തെ പറഞ്ഞ ഓർബിറ്റലുകൾ പറഞ്ഞുവല്ലോ, S-P-D-F, ഇവരുടെ ഷേപ്പ് എന്താണ് എന്നത് വരയ്ക്കാനൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരിക. ഈ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന്റെ അവസാന ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ 10ാം തരത്തില് സ്റ്റേറ്റ് സിലബസ് പഠിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആറ്റംസ്. ഓഫ് ബോ പ്രിൻസിപ്പിൾ ഒക്കെ വെച്ച് ഒരു ആറ്റത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് എഴുതുക. ഓർമ്മയില്ലേ, 1s 2s എന്നൊക്കെ വെച്ചിട്ടുള്ള ആറ്റത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ടോപ്പിക്കാണ്. അതിന്റെയും സെപ്പറേറ്റ് വീഡിയോന്റെ ലിങ്ക് ഞാൻ തരുന്നതാണ്. അതുപോലെ തന്നെ CBSE-കാർ ഇവിടെ പുതിയതായിട്ട് പഠിക്കുന്നതാണ് ഈ ചാപ്റ്ററിൽ 1s 2s എന്ന് പറയുന്ന ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് എഴുതുക. അവിടെ സ്റ്റേറ്റ് സിലബസുകാർക്ക് ഓർമ്മയുണ്ടാകും, കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും ഒക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, കംപ്ലീറ്റ് ഫിൽഡ് കോൺഫിഗറേഷൻ, കംപ്ലീറ്റ് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ക്രോമിയത്തിന്റെ ഓർമ്മയുണ്ടാവുമല്ലോ. അതൊക്കെ ഇവിടെ വിശദമായിട്ട് വീണ്ടും പഠിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് ഒന്നുകൂടി തയ്യാറാക്കി വെക്കാവുന്നതാണ്. 3ാമത്തെ യൂണിറ്റ് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ചാപ്റ്റർ ആണ്. CBSE-കാർ ഇത് 10th കൃത്യമായിട്ട് പഠിച്ച ഒരു ചാപ്റ്റർ ആണ്. ഈ പറയുന്ന പീരിയോഡിക് ടേബിളിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിൽ ഓർബിറ്റൽസിന്റെ ബ്ലോക്ക് എലമെന്റ്സിന്റെതാണ് പുതിയതായിട്ട് അതിനകത്ത് കൂട്ടിച്ചേർക്കേണ്ടി വരിക. അതുപോലെ തന്നെ സ്റ്റേറ്റ് സിലബസുകാരും കൃത്യമായിട്ട് ഈ ചാപ്റ്റർ പല കാര്യങ്ങളും കേട്ടതാണ്. പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പറയുമ്പോൾ പീരിയോഡിക് ലോയെ കുറിച്ചാണ് പറയേണ്ടത്. അത് ആദ്യം പറഞ്ഞ പീരിയോഡിക് ടേബിൾ ഓൾഡ് കൺസെപ്റ്റ് മെന്റലീവ് പറഞ്ഞാണ്. ഇപ്പൊ മെന്റലീവിന്റെ പീരിയോഡിക് ലോ, അതിന്റെ ടേബിളുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ. മോഡേൺ പീരിയോഡിക് ലോ, ഹെൻറി മോസ്ലി പ്രപ്പോസ് ചെയ്ത മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ അതിന്റെ ലോവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരേണ്ടത്. പിന്നെ ഡിഫറെന്റ് ബ്ലോക്സ് എലമെന്റ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പീരിയോഡിക് ടേബിൾ 4 ബ്ലോക്ക് ആയിട്ടാണ് എലമെന്റുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. S ബ്ലോക്ക്, P ബ്ലോക്ക്, D ബ്ലോക്ക് ആൻഡ് F ബ്ലോക്ക്. അവരുടെ ജനറൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഇതിനകത്ത് പിന്നെ നമ്മളവിടെ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പീരിയോഡിക് ടേബിൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല നിങ്ങൾ. അതിന്റെ അവസാന ഭാഗത്ത് ഏറ്റവും പുതിയതായിട്ട് കണ്ടുപിടിക്കുന്ന എലമെന്റ്സിന്റെ വിത്ത് അറ്റോമിക് നമ്പർ ഗ്രേറ്റർ ദാൻ 100. അറ്റോമിക് നമ്പറിന്റെ സിമ്പിൾ Z എന്നാണ്. 100ൽ കൂടുതൽ അറ്റോമിക് നമ്പർ ഉള്ളവരെ നിങ്ങൾ പീരിയോഡിക് ടേബിൾ പേര് വിളിക്കുന്നത് വരെ, അവരുടെ ആക്ച്വൽ നെയിം കണ്ടുപിടിക്കുന്നത് വരെ അവരുടെ റെപ്രസെന്റ് ചെയ്യുന്ന പേര് കണ്ടിട്ടുണ്ടാവും അല്ലെ, UU എന്നൊക്കെ എഴുതിയിട്ട്. അത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക, അതിന് IUPAC കൊടുത്ത ചില റൂൾസ് ഉണ്ട്. അതാണ് IUPAC റൂൾസ് ഫോർ അറ്റോമിക് നമ്പർ ഗ്രേറ്റർ ദാൻ 100. 100 കൂടുതലുള്ളവരെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്ന കാര്യം ആ ചാപ്റ്ററിൽ പറയുന്നു. ഇനി അത് കൂടാതെ ചില പീരിയോഡിക് പ്രോപ്പർട്ടീസ്, ഗ്രൂപ്പിൽ എന്ത് സംഭവിക്കുന്നു, താഴേക്ക് വരുന്തോറും പീരീഡിൽ എന്ത് സംഭവിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നു. ഏതൊക്കെ പ്രോപ്പർട്ടീസ് ആണ്? ആറ്റത്തിന്റെ വലുപ്പം അല്ലെ, നിങ്ങൾക്ക് അറിയാലോ, ആറ്റത്തിന്റെ വലുപ്പം ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും ഇൻക്രീസ് ചെയ്യുന്നു, പീരീഡിൽ കുറയുന്നു. അതിന്റെ റീസണും അതിന്റെ കാര്യങ്ങളൊക്കെ അവിടെ ഈ കൂട്ടത്തിൽ പഠിക്കുന്നതാണ്. സൈസ്. അതേപോലെ മറ്റൊന്നാണ് അയോണൈസേഷൻ എനർജി. എനർജിയുടെ മറ്റൊരു ടേം ആണ് എൻതാൽപി എന്നുള്ളത്. അപ്പൊ അയോണൈസേഷൻ എൻതാൽപി എന്ന് നമുക്കതിനെ പറയാം. മറ്റൊന്ന് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപി. ഇതൊക്കെ ഡീറ്റെയിൽഡ് ഒക്കെ അവിടെ പഠിക്കുന്നതാണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപി. ഇലക്ട്രോ നെഗറ്റിവിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫ്ലൂറിനാണ് പീരിയോഡിക് ടേബിളിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് ഉള്ള എലമെന്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പം ഇലക്ട്രോ നെഗറ്റിവിറ്റി. മറ്റൊന്ന് അനോമലസ് ബിഹേവിയർ. അനോമലസ് ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് ടേബിളിലെ ഒരു ഗ്രൂപ്പിനകത്ത്
ഒന്നാമത്തെ എലമെന്റ്. ഉദാഹരണത്തിന് നിങ്ങൾ ആദ്യത്തെ ഗ്രൂപ്പ് എടുത്തു നോക്കൂ, എസ് ബ്ലോക്ക് എലമെന്റ് ഗ്രൂപ്പ് 1, അവിടെ ലിത്തിയം. രണ്ടാമത്തെ ഗ്രൂപ്പ് എടുത്തു നോക്കൂ, ആദ്യ എലമെന്റ് ബെർലിയം. മൂന്നാമത്തെ 13th ഗ്രൂപ്പ് എടുത്തു നോക്കൂ, ബോറോൺ. 14th ഗ്രൂപ്പ് എടുത്തു നോക്കൂ, കാർബൺ. ഇങ്ങനെയുള്ള ഓരോ ഗ്രൂപ്പ് പരിശോധിച്ചാലും ആദ്യത്തെ എലമെന്റ് ആ ഗ്രൂപ്പിൽ ചില വ്യത്യാസങ്ങൾ കാണിക്കുന്നു. നമുക്കറിയാം, ഗ്രൂപ്പായിട്ട് അറേഞ്ച് ചെയ്തത് തന്നെ എങ്ങനെയാ, ഒരേ പ്രോപ്പർട്ടീസ് കാണിക്കുന്നവർ എന്നുള്ള നിലക്കാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലും അല്ല, ചില കാര്യങ്ങളിൽ ഈ ഒന്നാമത്തെ എലമെന്റ് ചില വ്യത്യാസങ്ങൾ കാണിക്കുന്നു. അതിനെയാണ് അനോമലസ് ബിഹേവിയർ എന്ന് പറയുന്നത്. അതിന് കാരണം എന്തൊക്കെയാണ്? അതേപോലെ തന്നെ ഇവര് ഡയഗണൽ റിലേഷൻഷിപ്പും കാണിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് അവിടെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്. ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. ഇതിൽ മിക്ക കാര്യങ്ങളും നിങ്ങൾ 10ാം ക്ലാസ്സിൽ കേട്ട പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെടുന്ന ചാപ്റ്റർ ആണ് ഈ 3rd ചാപ്റ്റർ എന്ന് പറയുന്നത്. +1 ടോപ്പിക്കിലെ 4ാമത്തെ യൂണിറ്റ് ആണ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് വെയിറ്റേജ് കൂടുതലുള്ള ഒരു ചാപ്റ്റർ ആണ്, കൂടുതൽ മാർക്കിന് ചോദ്യം വരുന്ന ഒരു ചാപ്റ്റർ ആണ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ. 2 ഭാഗങ്ങളാണ് അതിനുള്ളത്. ഒന്ന് കെമിക്കൽ ബോണ്ടിങ്, അതിൽ പറയുന്നത് അയോണിക് ബോണ്ട് എന്താണ്, കോവാലന്റ് ബോണ്ട് എന്താണ്, കോഓർഡിനേറ്റ് ബോണ്ട് എന്താണ്, ഹൈഡ്രജൻ ബോണ്ടിങ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ആ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബോണ്ടിങ്ങും അതിന്റെ ചില ആസ്പെക്റ്റുകളൊക്കെയാണ് ആദ്യ പാഠഭാഗത്ത് പറയുന്നത്. എന്നാൽ 2ാമത്തെ ഭാഗമാണ് അതിവിടെ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ. ഒരു മോളിക്യൂളിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഷേപ്പ്, അതിന്റെ ബോണ്ട് ആംഗിൾ ഒക്കെ നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്. ഓരോ മോളിക്യൂൾ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിന്റെ ഷേപ്പ് പറയാൻ വേണ്ടി പറ്റണം. ഉദാഹരണത്തിന് CH4 എന്ന് പറയുന്ന മീഥെയ്ൻ ആണ്. ടെട്രാഹിഡ്രൽ എന്നതാണ് അതിന്റെ ഷേപ്പ്. അതേപോലെ തന്നെ വാട്ടർ H2O ബെൻഡ് ഷേപ്പ് ആണെങ്കിൽ വീന്ന് എഴുതിയ പോലെയാണ് വാട്ടറിന്റെ ഷേപ്പ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അമോണിയ NH3 പിരമിഡൽ ജോമെട്രി ആണ്, ഷേപ്പ് ആണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഈ ബോണ്ടിങ് എന്ന് പറയുന്നത്. അവിടെ ബോണ്ടിങ് പറയാൻ 4 റൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, 4 തിയറിയാണ് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ VSEPR തിയറി, വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി എന്ന് പറയും. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി എന്നാണ് പറയാ. രണ്ടാമത്തെയാണ് VBT, വാലൻസ് ബോണ്ട് തിയറി, വാലൻസ് ബോണ്ട് തിയറി. മൂന്നാമത്തെയാണ് ഹൈബ്രിഡൈസേഷൻ തിയറി, ഹൈബ്രിഡൈസേഷൻ തിയറി. നാലാമത്തെയാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി, മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. ഇങ്ങനെ 4 തിയറി. ഇത് പുതിയ ടോപ്പിക് ആണ്, ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അതുകൊണ്ടാണ് ഇപ്പോഴും പറയാത്തത്. നിങ്ങൾ വിശദമായിട്ട് പഠിക്കുന്ന ഒരു ഏരിയ ആണ്. ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാം, ഈ അവസാനത്തെ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ഇല്ലേ, അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാല്, നേരത്തെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ കണ്ടിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇല്ലേ, ആ ഇലക്ട്രോൺ വിന്യാസം അവിടെ ആറ്റത്തിന്റെയാണ് പറയുന്നത്. എന്നാൽ പുതിയതായിട്ട് നിങ്ങൾ പഠിക്കുന്നു മോളിക്യൂളിന്റെ എങ്ങനെയാണ്. ഉദാഹരണത്തിന് ഓക്സിജൻ ആറ്റത്തിന് നിങ്ങൾക്കറിയാം 1s2 2s2 2p4 എന്നാണ് ഓക്സിജൻ ആറ്റത്തിന്റെ കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്നാൽ ഇവിടെ O2 മോളിക്യൂളിന്റെ 16 ഇലക്ട്രോൺ വരും. O2 മോളിക്യൂൾ എങ്ങനെയാണ്, അത് 1s 2s വെച്ചിട്ടല്ല എഴുതുക, അത് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയുന്ന, ഇവരെ അറ്റോമിക് ഓർബിറ്റൽ എന്നാണ് ആറ്റത്തിന്റെ വിളിക്കുക, ഇവിടെ മോളിക്കുലാർ ഓർബിറ്റൽ. ആ കാര്യങ്ങളൊക്കെ എങ്ങനെ എഴുതുക, അതിന് ഡയഗ്രാംസ് എങ്ങനെയാണ് വരയ്ക്കുക, ആ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. കൂടാതെ ഈ ചാപ്റ്ററിൽ വരുന്ന മറ്റൊരു ചില ടോപ്പിക് ഡൈപോൾ മൊമെന്റ്, റെസോണൻസ്, ഫ്രെജാൻസ് റൂള്, അത് കോവാലന്റ് ക്യാരക്ടർ ഒക്കെ ബന്ധപ്പെടുന്ന റൂളാണ്. അപ്പൊ അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല, ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പുതിയ ടോപ്പിക് ആണ് അത്തരം കാര്യങ്ങൾ. അത് ഈ ചാപ്റ്ററിൽ വിശദീകരിച്ചിട്ട് പഠിക്കുന്നതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. കുറെ ഡയഗ്രാംസും അതുപോലെ കുറെ ബോണ്ട് ആംഗിൾ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ. 5ാമത്തെ ചാപ്റ്റർ ആണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ഒരു മാറ്റർ, ഒരു പദാർത്ഥത്തിന്റെ 3 പ്രധാനപ്പെട്ട സ്റ്റേറ്റ് എന്നൊക്കെയാണ് നമുക്കറിയാലോ, സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്.
അതില് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഇയർ +2 ക്ലാസിന്റെ ആദ്യ ചാപ്റ്റർ ആണ് സോളിഡ് സ്റ്റേറ്റ് എന്നുള്ളത്. അപ്പം ഈ +1ന്റെ തുടർച്ച തന്നെയാണ് +2 ക്ലാസ്സിലെ മിക്ക ടോപ്പിക്കും. അപ്പോ ഇവിടെ നമ്മൾ പറയുന്നത് ഗാഷ്യസ് സ്റ്റേറ്റിനെ കുറിച്ചും ലിക്വിഡ് സ്റ്റേറ്റിനെ കുറിച്ചുമാണ് ഈ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ ആദ്യം ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ആണ്. ഗ്യാസ് മോളിക്യൂളിന് ഇടയ്ക്കുള്ള ഇന്റർമോളിക്കുലാർ ഫോഴ്സസ്, ഒരു മോളിക്യൂൾക്ക് തമ്മിലുള്ള ഫോഴ്സുകളെ കുറിച്ചാണ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇന്റർമോളിക്കുലാർ ഫോഴ്സിനെ കുറിച്ചാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത്. മറ്റൊന്ന് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ് ഗ്യാസ് ലോസ്. അതായത് ബോയിൽസ് ലോ എന്താണ്, ചാൾസ് ലോ എന്താണ്, ഇതിന്റെ ഗ്രാഫ് ഒക്കെ പഠിച്ചതാണല്ലോ, മാത്തമാറ്റിക്കൽ റിലേഷൻ ഒക്കെ. ചാൾസ് ലോ, അവോഗാഡ്രോസ് ലോ, ഗേ-ലൂസാക്സ് ലോ ഓഫ് ഗാഷ്യസ് വോളിയം എല്ലാം പഠിച്ചിട്ടുണ്ടാവില്ല. ബോയിൽസ് ലോ, ചാൾസ് ലോ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പം ഈ ഗ്യാസ് ലോ ആണ് അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്. മറ്റൊന്ന് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, PV = nRT എന്ന് പറയുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് എന്നൊക്കെയാണ് അതിനകത്ത് വരുന്ന മറ്റൊരു ടോപ്പിക്. മറ്റൊന്ന് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ അതിന്റെ പോസ്റ്റുലേറ്റ്സ്. പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞ ആ ടേം നിങ്ങൾ പഠിക്കേണ്ടതാണ്. മെയിൻ പോയിന്റ്സിനെയാണ്, അതിന്റെ പ്രധാന നിഗമനങ്ങളെയാണ് പോസ്റ്റുലേറ്റ് എന്ന വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പൊ പല തിയറി പഠിക്കുമ്പോഴും അതിന്റെ പോസ്റ്റുലേറ്റ് എന്താണെന്നുള്ളത് പിന്നെ അവിടെ പഠിക്കുന്നുണ്ട്. ഇപ്പൊ ബോർ ആറ്റം മോഡലിന്റെ പോസ്റ്റുലേറ്റ്. അപ്പൊ ഓരോ ടോപ്പിക് പഠിക്കുമ്പോഴും അതിന്റെ പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ പോയിന്റ്സ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇവിടെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. മറ്റൊന്ന് റിയൽ ഗ്യാസിന്റെ ബിഹേവിയർ ഓഫ് റിയൽ ഗ്യാസസ് ആൻഡ് ഇറ്റ് ഡീവിയേറ്റ് ഫ്രം, എങ്ങനെയാണ് ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും അവിടെ പഠിക്കേണ്ടതുണ്ട്. ദെൻ വാണ്ടർ വാൾസ് ഇക്വേഷൻ, അതിൽ നിന്ന് ഡെറൈവ് ചെയ്യുന്ന ഇക്വേഷനെയാണ് വാണ്ടർ വാൾസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിന്റെ അവസാന ഭാഗത്ത് ലിക്വിഡ് സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ലിക്വിഡ് സ്റ്റേറ്റിന്റെ വേപ്പർ പ്രഷർ, സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി, ബോയിലിംഗ് പോയിന്റ് പോലെയുള്ള ഒരു ലിക്വിഡിന്റെ ചില പ്രോപ്പർട്ടീസും അതിനകത്ത് പറയും. പ്രധാനമായിട്ടും ഗ്യാസിന്റെ പ്രോപ്പർട്ടീസ് ആണ് ആ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ ഇതും വളരെ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി പറ്റുന്ന, ഡെയിലി ലൈഫ് ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ചാപ്റ്റർ ആണ് ഈ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. 6th chapter is thermodynamics. ഇത് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ മൊത്തം ചാപ്റ്ററുകളിൽ നമ്മൾ നോക്കുമ്പോൾ കൂടുതൽ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ഏരിയ ആണ്. കെമിക്കൽ ബോണ്ടിങ്ങിലും കുറെ പുതിയ കാര്യങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു. അപ്പം തെർമോഡൈനാമിക്സിലും കുറെ പുതിയ കാര്യങ്ങൾ. തെർമോ എന്ന് പറഞ്ഞ ഹീറ്റ് ആണ്, റിയാക്ഷനും ഹീറ്റും തമ്മിലുള്ള ബന്ധമാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അതിന് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് 10ാം തരത്തിൽ കേട്ടിട്ടുണ്ടാവും. ചില റിയാക്ഷൻസ് നടക്കുമ്പോൾ ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുന്നു, എക്സോതെർമിക് താപമോചക പ്രവർത്തനങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടാവും. അതേപോലെ ചില റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്നു എന്ന് കേട്ടിട്ടുണ്ടാവും, എൻഡോതെർമിക് റിയാക്ഷൻ, അപ്പോൾ താപശോഷക പ്രവർത്തനം. അപ്പൊ ഇങ്ങനെയുള്ള ചില റിയാക്ഷൻസുകളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഹീറ്റും ഒരു റിയാക്ഷൻ തമ്മിലുള്ള ബന്ധമാണ് കെമിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ വരുന്നത്. അപ്പൊ അതിന് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ കുറെ പുതിയ ടേംസ് പരിചയപ്പെടുത്തുകയാണ്. സിസ്റ്റം, അതുപോലെ സറൗണ്ടിങ്സ്, അതേപോലെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ്, പിന്നെ സ്റ്റേറ്റ് ഫംഗ്ഷൻ, പാത്ത് ഫംഗ്ഷൻ, എക്സ്റ്റെൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടി, അങ്ങനെ കുറെ ടേംസ് ഈ പാഠം ഞാൻ പറഞ്ഞു. പുതിയതായിട്ട് നിങ്ങൾ കേൾക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെടുന്ന ചില ടേംസ് ആണ് ഈ ഇൻട്രൊഡക്ഷൻ ടോപ്പിക്കിൽ ഉള്ളത്. മറ്റൊന്ന് ഹീറ്റും വർക്കും തമ്മിലുള്ള ബന്ധം എന്താണ്. ഹീറ്റ് എന്ന് പറയുന്നത് അതിന്റെ സിംബൽ Q എന്നാണ്, വർക്ക് W എന്നാണ്. Qയും Wയും തമ്മിലുള്ള റിലേഷൻ ഒക്കെ അവിടെ വരുന്ന ഒരു ടോപ്പിക്കാണ്. ഇനി ഈ തെർമോഡൈനാമിക്സിൽ 4 ലോ ആണ് പ്രധാനമായിട്ടുള്ളത്. ആ 4 ലോ പഠിക്കുന്നുണ്ട്. ഓരോ ടോപ്പിക്കിലായിട്ടാണ് പഠിക്കുന്നത്. 0th ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ. അതിൽ ഫസ്റ്റ് ലോ നിങ്ങൾ നേരത്തെ കേട്ടതാണ് ചെറിയ ക്ലാസ്സിൽ. അതായത് ഫസ്റ്റ് ലോന്റെ വേറൊരു പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്നാണ്. ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല എന്നുള്ള ടോപ്പിക് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എനർജി can neither be created nor be destroyed എന്നൊക്കെ പറയുന്ന ലോ ആണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പം അതിൽ ബാക്കിയുള്ള ലോയും കൂടി അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഇനി തെർമോഡൈനാമിക്കിന്റെ 4 പ്രോപ്പർട്ടീസ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഇന്റേണൽ എനർജി,
എൻതാൽപി, എൻട്രോപ്പി, ഗിബ്സ് ഫ്രീ എനർജി. ഇന്റേണൽ എനർജിന്റെ സിമ്പൽ യു ഓർ ഇ എന്നാണ്. അതേപോലെ എൻതാൽപി എച്ച് എന്നാണ്, എൻട്രോപ്പി എസ് എന്നാണ്, ഗിബ്സ് ഫ്രീ എനർജി ജി എന്നാണ്. ഇതിന്റെ സിമ്പൽ ഒക്കെ അറിയണം, അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ, അതുമായിട്ട് ബന്ധപ്പെടുന്ന ലോ. എൻതാൽപിയിലൊക്കെ ഹെസസ് ലോ എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ്. അപ്പം അത്തരം ടോപ്പിക്കുകളാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തെർമോഡൈനാമിക്സിലുള്ളത്. മറ്റൊന്ന് ഹീറ്റ് കപ്പാസിറ്റിയെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതായത് CP ആൻഡ് CV, ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് കോൺസ്റ്റന്റ് വോളിയം, CP/CV, ഇതൊക്കെ തമ്മിലുള്ള റിലേഷൻ, ആ കാര്യങ്ങളൊക്കെയാണ് ഹീറ്റ് കപ്പാസിറ്റി. പുതിയതായിട്ട് ഞാൻ അതിലേക്ക് വിശദീകരിച്ച് പോകുന്നില്ല, കാരണം അത് പുതിയൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ വളരെ വിശദീകരിച്ച് നിങ്ങൾക്ക് ആ ടോപ്പിക് കിട്ടും. അപ്പോൾ അത് കൂടുതൽ കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. 7ാമത്തെ ചാപ്റ്റർ ആണ് ഇക്വിലിബ്രിയം. ഇതിലും കുറെ കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ നേരത്തെ ആയിട്ട് പഠിച്ച കാര്യങ്ങളുമായിട്ട് ബന്ധമുള്ളതാണ്. ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ഒരു സന്തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾ ആണ്. ഇക്വിലിബ്രിയവുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾ ആണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. അതിന്റെ അപ്ലിക്കേഷൻ ഒക്കെ ഈ ചാപ്റ്ററിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഇത് എക്സാമിനേഷൻ ഓഫ് പോയിന്റ് ഓഫ് വ്യൂല് വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. പിന്നെ കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് ഇക്വിലിബ്രിയം. അപ്പൊ ഇക്വിലിബ്രിയത്തെ പ്രധാനമായിട്ട് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് കോൾഡ് ഫിസിക്കൽ ഇക്വിലിബ്രിയം, കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് അയോണിക് ഇക്വിലിബ്രിയം. അപ്പൊ നമുക്ക് ഫിസിക്കൽ ഇക്വിലിബ്രിയത്തെ കുറിച്ച് 1-2 കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് മെയിൻ ആയിട്ട് പിന്നെ പറയുന്നുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് കെമിക്കൽ ഇക്വിലിബ്രിയവും അയോണിക് ഇക്വിലിബ്രിയവുമാണ്. കെമിക്കൽ ഇക്വിലിബ്രിയത്തിലാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kp and Kc, equilibrium constant in terms of pressure and equilibrium constant in terms of കോൺസെൻട്രേഷൻ, Kp, Kc, അവർ തമ്മിലുള്ള ബന്ധം, പിന്നെ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ അപ്ലിക്കേഷൻ എന്താണ്, അത്തരം കാര്യങ്ങളൊക്കെ പുതിയ കാര്യങ്ങളാണ്. അതുമായിട്ട് ബന്ധപ്പെടുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. അതിന്റെ അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ, അമോണിയ ഹേബർ പ്രോസസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ കൂടുതൽ അമോണിയ കിട്ടാൻ എന്ത് ചെയ്യണം? പ്രഷർ കൂട്ടണം, പ്രഷർ കുറക്കണം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടണം, കുറക്കണം, കോൺസെൻട്രേഷൻ എന്ത് മാറ്റാൻ വരുത്തേണ്ട ഓർമ്മയുണ്ടല്ലോ. അപ്പം ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ഈസ് ഇമ്പോർട്ടന്റ്. മറ്റൊന്ന്, ഒരു സൊല്യൂഷന്റെ pH എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? pH പൊട്ടൻസ് ഓഫ് ഹൈഡ്രജൻ എന്നതാണ്. അപ്പം pH എങ്ങനെയാണ്? ഹൈഡ്രജൻ വാട്ടറിന്റെ pH 7 ആണ് നമുക്കറിയാം. pH 7ൽ കുറഞ്ഞാൽ അത് അസിഡിക് ആയിരിക്കും, 7ൽ കൂടിയാൽ ബേസിക് ആയിരിക്കും. pH സ്കെയിൽ എന്ന് പറയുന്നത് 0 മുതൽ 14 വരെ 14 വരെയുള്ള സ്കെയിലാണ് pH സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പൊ pH എങ്ങനെയാണ് കാൽക്കുലേറ്റ്? അതിന് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, പ്രോബ്ലംസ് വരുന്നതാണ്. മറ്റൊരു ചില ടോപ്പിക്സ് സോൾട്ട് ഹൈഡ്രോളിസിസ് ആണ്. സോൾട്ടിലേക്ക് വാട്ടർ ആഡ് ചെയ്താൽ ആ സോൾട്ട് സ്പ്ലിറ്റ് ചെയ്ത് NaCl സ്പ്ലിറ്റ് ചെയ്ത് വാട്ടർ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ Na2CO3, NH4Cl ഇവരൊക്കെ സ്പ്ലിറ്റ് ചെയ്താൽ എന്താണ് കിട്ടുക? സോൾട്ട് ഹൈഡ്രോളിസിസ്. അതേപോലെ കോമൺ അയോൺ ഇഫക്ട്, ഇതൊക്കെ പുതിയ ടോപ്പിക്കാണ്. ഞാൻ ഹെഡിങ് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. കോമൺ അയോൺ ഇഫക്ട് എന്താണ്? ബഫർ സൊല്യൂഷൻ. ബഫർ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ബ്ലഡിന്റെ ഒക്കെ ബഫർ ആക്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബഫർ സൊല്യൂഷൻ. സോല്യൂബിലിറ്റി പ്രൊഡക്റ്റ്, ഒരു സോല്യൂബിലിറ്റിയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സൊല്യൂഷന്റെ പ്രോപ്പർട്ടിയാണ്, ഒരു കമ്പണന്റിന്റെ പ്രോപ്പർട്ടിയാണ് സോല്യൂബിലിറ്റി പ്രൊഡക്റ്റ്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഇക്വിലിബ്രിയം ഈസ് വെരി ഇമ്പോർട്ടന്റ്. 8ാമത്തെ യൂണിറ്റ് ആണ് റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് റിയാക്ഷനിലെയും കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ബേസ് ഉള്ളതാണ്. ദാറ്റ് ഈസ് കോൾഡ് ഓക്സിഡേഷൻ, ഓക്സീകരണം, നിരോക്സീകരണം, റിഡക്ഷൻ. അപ്പൊ ഓക്സിഡേഷനും റിഡക്ഷനും ഒരേ സമയത്ത് നമ്മൾ പല സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഒരേ സമയത്ത് എന്നുള്ളതിന് പകരം യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് സൈമുൾട്ടേനിയസ്ലി. അപ്പൊ സൈമുൾട്ടേനിയസ്ലി ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്സ് പ്ലേസ്. ഇറ്റ് ഈസ് കോൾഡ് റിഡോക്സ് റിയാക്ഷൻ. അപ്പൊ റിഡോക്സ് റിയാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ എന്താണെന്ന് അറിയണം. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ഒരു ചോദ്യമാണ്. ഒരു കോമ്പൗണ്ട് നിങ്ങൾക്ക് തരും, അതിന്റെ ഓക്സിഡേഷൻ നമ്പർ ഏതെങ്കിലും ഒരു എലമെന്റിന്റെ എഴുതാനൊക്കെയുള്ള ചോദ്യം. പിന്നെ തന്ന റിയാക്ഷൻ പിന്നെ എന്താണ്, റിഡോക്സ് ആണോ അല്ലയോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ വെച്ചിട്ട് ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതിനെ ഓക്സിഡേഷൻ, കുറയുന്നതിന് റിഡക്ഷൻ എന്ന് പറയുന്നു. അപ്പൊ ഇത് രണ്ടും നടക്കുന്നുണ്ടെങ്കിൽ അതിന് റിഡോക്സ് റിയാക്ഷൻ എന്നൊക്കെ പറയും. അപ്പം മറ്റൊന്നാണ് ഓക്സിഡേഷൻ, റിഡക്ഷൻ. മറ്റൊന്ന് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ആണ്.
റിഡോക്സ് റിയാക്ഷനിൽ അത് കോമ്പിനേഷൻ റിയാക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ കമ്പഷൻ ഉണ്ട്, പിന്നെ അതേപോലെ പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ, ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസിൽ വരുന്നതാണ്. മറ്റൊന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ എക്സാമിൽ വരുന്നതാണ് ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. ഒരു റിഡോക്സ് റിയാക്ഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മെത്തേഡ് ഉണ്ട്, ഓക്സിഡേഷൻ നമ്പർ മെത്തേഡും ഹാഫ് റിയാക്ഷൻ മെത്തേഡും. അപ്പൊ അത് ഡിഫറെന്റ് മെത്തേഡ്സിൽ ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചാപ്റ്റർ ആണ്. അതിന്റെ അവസാന ഭാഗത്ത് അപ്ലിക്കേഷൻ ഓഫ് റിഡോക്സ് റിയാക്ഷൻ, ഗാൽവനിക് സെൽ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗാൽവനിക് സെല്ലില് പിന്നെ റിഡോക്സ് റിയാക്ഷനെ ബേസ് ചെയ്തിട്ടാണ് കോപ്പറും സിങ്ക് ഒക്കെ വെച്ചിട്ടുള്ള സെല്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് റിഡോക്സ് റിയാക്ഷന്റെ അപ്ലിക്കേഷൻ ആയിട്ട് പറയാൻ വേണ്ടി കഴിയുന്നതാണ്. അപ്പൊ അപ്ലിക്കേഷൻ ഓഫ് റിഡോക്സ് റിയാക്ഷൻ ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. 9th യൂണിറ്റ് ഈസ് ഹൈഡ്രജൻ. ഇനി നമ്മൾ പോകുന്നത് ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ഭാഗത്തേക്കാണ്. ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് നേരത്തെ 3rd ചാപ്റ്ററിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പീരിയോഡിക് ടേബിൾ പഠിക്കുന്ന ചാപ്റ്റർ അതിന്റെ ഡിഫറെന്റ് ബ്ലോക്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡിഫറെന്റ് എലമെന്റുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ആ എലമെന്റുകളെ ഹൈഡ്രജനെ നമ്മളൊരു സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ട് പഠിക്കുകയാണ്. ബാക്കിയുള്ള ഡിഫറെന്റ് ബ്ലോക്സ് ആയിട്ടാണ് ബാക്കിയുള്ള എലമെന്റുകൾ നമ്മൾ പിന്നെ പഠിക്കുന്നത്. അപ്പൊ ഹൈഡ്രജൻ എന്നുള്ളതാണ് 9ാമത്തെ യൂണിറ്റിൽ പറയുന്നത്. അപ്പൊ അവിടെ പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ ദ പീരിയോഡിക് ടേബിൾ വളരെ എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഇനോർഗാനിക്കിലെ നിങ്ങൾ കുറെ ബേസ് കാര്യങ്ങൾ നേരത്തെ കേട്ടതാണ്. ദാറ്റ് ഈസ് പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ ദ പീരിയോഡിക് ടേബിൾ. ഹൈഡ്രജന്റെ പൊസിഷൻ എന്താണ്, അതുപോലെ തന്നെ H2 ഡൈഹൈഡ്രജൻ എന്ന് പറയും. ഡൈഹൈഡ്രജന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഹൈഡ്രജന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. മറ്റൊന്ന് ഹൈഡ്രജൻ ഉണ്ടാക്കുന്ന കോമ്പൗണ്ടുകളെയാണ് ഹൈഡ്രൈഡുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹൈഡ്രൈഡുകൾ പ്രധാനമായിട്ടും അയോണിക് ഹൈഡ്രൈഡുകൾ ഉണ്ട്, കോവാലന്റ് ഹൈഡ്രൈഡുകൾ ഉണ്ട്, മെറ്റാലിക് ഹൈഡ്രൈഡുകൾ ഉണ്ട്. അവരുടെ എക്സാമ്പിൾസും അതെന്താണ് അയോണിക് ഹൈഡ്രൈഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആണ് ആ ടോപ്പിക്കിൽ വരുന്നത്. മറ്റൊന്ന് വാട്ടറിനെ കുറിച്ചാണ്. വാട്ടറിന്റെ സ്ട്രക്ചറും അതിന്റെ ബോണ്ടിങ് ഒക്കെ നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന 4th ചാപ്റ്ററിൽ പറഞ്ഞു. ഇനി ഇവിടെ വാട്ടർ സോപ്പുമായിട്ട് ലാദർ ഫോം ചെയ്യുന്നില്ലെങ്കിൽ അതിനെ ഹാർഡ് വാട്ടർ എന്ന് പറയും. ലാദർ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സോഫ്റ്റ് വാട്ടർ എന്ന് പറയും. അപ്പൊ വാട്ടറിന്റെ ഹാർഡ്നെസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഹാർഡ്നെസ് 2 തരത്തിലുണ്ട്. ടെമ്പററി ഹാർഡ്നെസ് ഉണ്ട്, പെർമനന്റ് ഹാർഡ്നെസ് ഉണ്ട്. സ്ഥിര കാഠിന്യവും താൽക്കാലിക കാഠിന്യവും. അതിന് കാരണം ആരൊക്കെയാണ്, അവരെ എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം എന്നൊക്കെയുള്ള പിന്നെ കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് കഴിയണം. അപ്പോ അതാണ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യുന്ന എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം കൂടിയാണ്. അതേപോലെ തന്നെ H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ്, അതിന്റെ സ്ട്രക്ചർ ഓപ്പൺ ബുക്ക് സ്ട്രക്ചർ ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ് സ്ട്രക്ചർ. അതേപോലെ അതിന്റെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി, റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഒക്കെ പഠിക്കണം. അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് വളരെ പ്രിപ്പറേഷനും പ്രോപ്പർട്ടീസും ഇമ്പോർട്ടന്റ് ആണ്. ലാസ്റ്റ് ടോപ്പിക് അതിൽ പറയുന്നത് ഡൈഹൈഡ്രജൻ H2 ഈസ് യൂസ്ഡ് ആസ് എ ഫ്യൂവൽ, ഇന്ധനമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കോമ്പൗണ്ട് ആണ് H2. അതിന്റെ അപ്ലിക്കേഷനും കാര്യങ്ങളും എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രധാനമായിട്ടും വരുന്നത്. 10th യൂണിറ്റ് ഈസ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഞാൻ കഴിഞ്ഞ ചാപ്റ്റർ പറയുമ്പോൾ പറഞ്ഞു പീരിയോഡിക് ടേബിളിന്റെ ആദ്യത്തെ 2 ഗ്രൂപ്പ് ഉൾക്കൊള്ളുന്ന ഏറ്റവും ഇടതുവശത്തായിട്ടുള്ള ബ്ലോക്ക് ആണ് പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിലുള്ള എസ് ബ്ലോക്ക് എലമെന്റ്സ് അതിനകത്ത് വരുന്നത് ഗ്രൂപ്പ് 1 ആൽക്കലി മെറ്റൽസും ഗ്രൂപ്പ് 2 ആൽക്കലൈൻ എർത്ത് മെറ്റൽസുമാണ്. CBSE കുട്ടികൾ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ 10th കേട്ടിട്ടുണ്ട്. അതേപോലെ സ്റ്റേറ്റിലെ കുട്ടികളും ഈ ബ്ലോക്ക് എലമെന്റ്സുകളുടെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചതാണ്. അപ്പൊ അതൊന്നുകൂടി അതിന്റെ കോമ്പൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി അതിന്റെ അപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കുകയാണ് ഈ ചാപ്റ്ററിൽ ചെയ്യുന്നത്. അതില് ഗ്രൂപ്പ് 1 ആൽക്കലി മെറ്റൽസിന്റെ ജനറൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്ന ടോപ്പിക്കാണ് ആദ്യം വരുന്നത്. മറ്റൊന്ന് ഞാൻ നേരത്തെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിൽ പറഞ്ഞു, അതായത് അനോമലസ് ബിഹേവിയർ. 1ാമത്തെ എലമെന്റ് ചില വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട്, അതിനെയാണ് അനോമലസ് ബിഹേവിയർ എന്ന് പറയുന്നത്. അത് ലിഥിയമാണ് ഇവിടെ കാണിക്കുന്ന അനോമലസ്. എന്തൊക്കെയാണ് ലിഥിയം കാണിക്കുന്ന വ്യത്യാസം
വ്യത്യാസങ്ങൾ എന്നതാണ് അവിടെ പഠിക്കുന്നത്. മറ്റൊന്ന് സോഡിയത്തിന്റെ ചില കോമ്പൗണ്ടുകളെ കുറിച്ച് പറയുന്നു. സോഡിയം കാർബണേറ്റ് വാഷിംഗ് സോഡ, സോഡിയം ബൈകാർബണേറ്റ് ബേക്കിംഗ് സോഡ, അതേപോലെ NaOH, അതേപോലെയുള്ള കോമ്പൗണ്ടുകളുടെ പ്രിപ്പറേഷനും പ്രോപ്പർട്ടീസും അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് യൂസസ് അടക്കം ഓർമ്മിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് ഗ്രൂപ്പ് 2 ആണ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നുള്ളതാണ്. ആ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ്, ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നതാണ് ആദ്യ ഭാഗം. അതിൽ ഒന്നാമത്തെ എലമെന്റ് ബെർലിയമാണ്. അപ്പോ അനോമലസ് ബിഹേവിയർ ഓഫ് ബെർലിയം. അനോമലസ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ബെർലിയം കാണിക്കുന്ന വ്യത്യാസങ്ങൾ ആ ഗ്രൂപ്പിൽ എന്തൊക്കെയാണെന്നതാണ് അനോമലസ് പ്രോപ്പർട്ടീസ്. മറ്റൊന്ന് കാൽസ്യത്തിന്റെ കോമ്പൗണ്ടുകളാണ് ആ ടോപ്പിക്കിൽ വരുന്നത്. കാൽസ്യം ഓക്സൈഡ്, കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം സൾഫേറ്റ് 2H2O, ജിപ്സം ആൻഡ് കാൽസ്യം സൾഫേറ്റ് H2O, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, സിമന്റ്. ഇതിന്റെ ഒക്കെ പ്രിപ്പറേഷൻ, ഇതിന്റെ പ്രോപ്പർട്ടീസ്, അതിന്റെ കോമൺ നെയിംസ് എന്തൊക്കെയാണ്, ഇതൊക്കെ 10ാം തരത്തിൽ കേട്ടാണ്. ആ കാര്യങ്ങളൊക്കെയാണ് ഈ യൂണിറ്റില് മറ്റൊരു ടോപ്പിക് ആയിട്ട് വരുന്നത്. അപ്പൊ എസ് ബ്ലോക്ക് എലമെന്റ്സ് ഒക്കെ ഹൈഡ്രജൻ, എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഇതൊക്കെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്. 11ാമത്തെ യൂണിറ്റ് ആണ് പി ബ്ലോക്ക് എലമെന്റ്സ്. പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളിലുള്ള കണ്ടിന്യൂഷൻ ആണ്. ഗ്രൂപ്പ് 13 മുതൽ ഗ്രൂപ്പ് 18 വരെ വരുന്ന പോർഷൻ ആണ്, റൈറ്റ് സൈഡിലുള്ള പോർഷൻ ആണ് പി ബ്ലോക്ക് എലമെന്റ്സ്. അതില് ഗ്രൂപ്പ് 13 ആൻഡ് ഗ്രൂപ്പ് 14 ആണ് നമ്മൾ ഈ 11th പഠിക്കുന്നത്. എന്നാൽ 12th ഗ്രൂപ്പ് 15 മുതൽ 18 വരെ ഗ്രൂപ്പ് പി ബ്ലോക്ക് എലമെന്റ്സ് തന്നെയാണ് ചാപ്റ്ററിന്റെ പേര്. 12th പ്ലസ് 2 ചാപ്റ്ററിന്റെ പേരും അതന്നെയാണ്. അവിടെ 15 മുതൽ 18 വരെ പഠിക്കും. ഇവിടെ നമ്മൾ 13 ആൻഡ് 14. അപ്പൊ 13th ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ആദ്യം. അതിലുള്ള ആദ്യത്തെ എലമെന്റ് ബോറോൺ ആണ്. സോ ബോറോണിന്റെ അനോമലസ് ബിഹേവിയർ എന്തൊക്കെയാണ്, ബോറോൺ കാണിക്കുന്ന ഗ്രൂപ്പിൽ കാണിക്കുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. മറ്റൊന്ന് കോമ്പൗണ്ട്സ് ഓഫ് ബോറോൺ. ബോറോണിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കോമ്പൗണ്ട് ഡൈബോറൈൻ ആണ്, B2H6. അതിന്റെ സ്ട്രക്ചർ ഒക്കെ 3 സെന്റർ 2 ഇലക്ട്രോൺ ബോണ്ട്, ബനാന ബോണ്ട് ഒക്കെ ഉള്ള മോളിക്കൂൾ വരക്കാനൊക്കെ ചോദിക്കുന്നതാണ് എക്സാമിന്. ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് നിങ്ങൾ കേൾക്കും. ബൊറാക്സ് ആണ് മറ്റൊരു ബോറോണിന്റെ കോമ്പൗണ്ട്. ഇനി ഗ്രൂപ്പ് 14 ആണ് കാർബൺ ഫാമിലി എന്ന് പറയുന്ന കോമ്പൗണ്ട് ഗ്രൂപ്പാണ്. അവിടെ അതിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാർബൺ ഫാമിലി, അതാണ് ആദ്യ ടോപ്പിക്. അനോമലസ് ബിഹേവിയർ ഓഫ് കാർബൺ. കാർബൺ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് കാണിക്കുന്നത്, അത് ഓർഗാനിക് കെമിസ്ട്രിയിലേക്കാണ് അത് പിന്നെ പോകുന്നത്. കാരണം കാർബണിന്റെ പ്രത്യേകതകളാണ് അതൊരു പ്രത്യേക ബ്രാഞ്ച് ആയിട്ട് തന്നെ പഠിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ കാർബണിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ് കാർബൺ ആ ഗ്രൂപ്പിൽ കാണിക്കുന്ന വ്യത്യാസങ്ങൾ എന്നതാണ് അനോമലസ് ബിഹേവിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കാർബൺ കാണിക്കുന്ന അലോട്രോപ്സ്, രൂപാന്തരത്വം എന്ന് കേട്ടിട്ടുണ്ട് നിങ്ങൾ. അലോട്രോപ്സ് എന്തൊക്കെയാണ് നിങ്ങൾ ലോവർ ക്ലാസ്സിൽ കേട്ടതാണ്. ഗ്രാഫൈറ്റ്, ഡയമണ്ട്, ഫുള്ളറീൻ പോലെയുള്ള ക്രിസ്റ്റലൈൻ വെറൈറ്റീസ് കാർബണിന് ഉണ്ട്. അതേപോലെ അമോർഫസ് വെറൈറ്റി ഉണ്ട്. കാർബണിന്റെ അലോട്രോപ്സ് രൂപാന്തരങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ് അവിടെ മറ്റൊരു ടോപ്പിക്. മറ്റൊന്ന് കോമ്പൗണ്ട്സ് ഓഫ് കാർബൺ ആൻഡ് സിലിക്കൺ. കാർബണിന്റെ ചില കോമ്പൗണ്ട്, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ് പോലെയുള്ള കാർബണിന്റെ കോമ്പൗണ്ടുകൾ. ഇനോർഗാനിക് കോമ്പൗണ്ടിന്റെ കാര്യമാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്, ഓർഗാനിക്കിലേക്കല്ല. അതേപോലെ തന്നെ സിലിക്കണിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് സിലിക്കണിന്റെ പോളിമറുകൾ, സിലിക്കോൺസ് എന്ന് പറയും. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ പ്രോപ്പർട്ടീസ് ഒക്കെയാണ് ആ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ഇനോർഗാനിക് പാർട്ടിൽ വരുന്ന കാര്യങ്ങൾ. 12ാമത്തെ യൂണിറ്റ് ആണ് ഓർഗാനിക് കെമിസ്ട്രിയുടെ ആദ്യ ഭാഗമാണ്. പ്ലസ് 1 2 ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സ് ആണുള്ളത്. എന്നാൽ നമ്മളിത് പ്ലസ് 2 പോകുമ്പോൾ 4 ഫുൾ ഓർഗാനിക് ചാപ്റ്റേഴ്സും അതുമായിട്ട് റിലേറ്റ് ചെയ്ത 3 ചാപ്റ്റേഴ്സും ഉണ്ട്. അങ്ങനെ 7 ചാപ്റ്ററോളം ഓർഗാനിക് സെക്ഷന് വരുന്നതാണ് 12th. എന്നാൽ ഇവിടെ ബേസിക് കൺസെപ്റ്റ് ആണ്, ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ആണ് ആദ്യ ഓർഗാനിക്കിന്റെ ചാപ്റ്റർ നമ്പർ 12 നമ്മൾ പഠിക്കുന്നത്. അതായത് എന്തൊക്കെയാണ് കാർബണിന്റെ ഇമ്പോർട്ടൻസ്. നേരത്തെ പി ബ്ലോക്കിൽ പറഞ്ഞതിന്റെ തുടർച്ചയാണെന്ന് വേണമെങ്കിൽ പറയാം. കാർബണിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിലേക്ക് നയിക്കുന്നത്. ഈ ബ്രാഞ്ച് ഉണ്ടാവാൻ കാരണം കാർബണിന്റെ ചില പ്രത്യേകതകളാണ്. അതെന്തൊക്കെയാണ് എന്നതാണ്. മറ്റൊന്ന് സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാം, അത് ബോണ്ട് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം, കാർബണുകൾ മാത്രം എഴുതിയിട്ട് റെപ്രസെന്റ് ചെയ്യാം, അതേപോലെ റിംഗ് ആയിട്ട് റെപ്രസെന്റ്, ഇങ്ങനെ കുറെ റെപ്രസെന്റേഷൻ ടെക്നിക്സ് നിങ്ങൾ ലോവർ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്. അതാണ് അവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. മറ്റൊന്ന് ഓർഗാനിക് കോമ്പൗണ്ടുകളെ
എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്നുള്ളതാണ്. അതായത് ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ ഒരു വർഗീകരണം എന്താണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ പറയുന്നു. മറ്റൊന്നാണ് ഓർഗാനിക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ബേസ് എന്ന് പറയുന്നത് IUPAC നോമൻക്ലേച്ചർ. ഒരു ഓർഗാനിക് കോമ്പൗണ്ട് നിങ്ങൾക്ക് കിട്ടിയാൽ അതിന്റെ പേര് എങ്ങനെയാണ് പറയുന്നത്, അത് IUPAC ആണ് പേര് നൽകുന്നത്. IUPAC നൽകുന്ന കുറെ റൂൾസ് ഉണ്ട്. ആ റൂൾസ് വെച്ചിട്ട് ഈ പേര് എങ്ങനെയാണ് എഴുതുക, അതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ്. സെക്കൻഡ് ഇയറിലേക്ക് നമ്മൾ പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയിട്ട് അതിനെ കാണേണ്ടതാണ് IUPAC നോമൻക്ലേച്ചർ. അപ്പോൾ നിങ്ങൾ 10th ബേസ് ഓർഗാനിക് വായിച്ചു വെക്കുക. ബാക്കി കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിച്ച് പോകാൻ വേണ്ടിയിട്ട് കഴിയും. അതേപോലെ തന്നെ ഐസോമെറിസം, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് 10th തരത്തില്. ഐസോമെറിസം എന്താണ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഐസോമെറിസത്തെ കുറിച്ച് അവിടെ പറയുന്നു. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊന്ന്, ഓർഗാനിക്കിലുള്ള ചില റിയാക്ഷനുകൾ നടക്കുമ്പോൾ അതിന്റെ മെക്കാനിസം എന്താണ് എന്നതാണ്. റിയാക്ഷൻ, ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം എന്നതല്ലാണ്. പിന്നെ ഓർഗാനിക് റിയാക്ഷൻ ഏതൊക്കെ സ്റ്റെപ്പിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. മറ്റൊന്ന്, ഒരു ഓർഗാനിക് കോമ്പൗണ്ട് സിന്തസൈസ് ചെയ്താൽ പ്യൂരിഫൈ ചെയ്യുന്ന എങ്ങനെയാണ്, പ്യൂരിഫിക്കേഷൻ, ഡിസ്റ്റിലേഷൻ, ക്രിസ്റ്റലൈസേഷൻ എന്നെല്ലാം പറഞ്ഞിട്ടുള്ള കുറെ മെത്തേഡ്സ് ഉണ്ട്, ക്രൊമാറ്റോഗ്രാഫി. അപ്പൊ പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. മറ്റൊന്ന് പ്രാക്ടിക്കലുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നതാണ്. ഒരു ഓർഗാനിക് കോമ്പൗണ്ട് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഏതൊക്കെ എലമെന്റുകൾ ഉണ്ട് എന്ന് ഡിറ്റക്ട് ചെയ്യുന്നതിനെയാണ് ഡിറ്റക്ഷൻ ഓഫ് എലമെന്റ്സ് എന്ന് പറയാം. അതൊരു ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആണ്. മറ്റൊന്ന്, എസ്റ്റിമേഷൻ, എത്ര പെർസെന്റേജ് എലമെന്റ് ഉണ്ട്, കാർബൺ എത്ര പെർസെന്റേജ് ഉണ്ട്, ഹൈഡ്രജൻ എത്ര പെർസെന്റേജ് ഉണ്ട്, ഓക്സിജൻ എത്ര പെർസെന്റേജ്, നമുക്ക് പെർസെന്റേജ് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിലുള്ള പെർസെന്റേജ് കണ്ടുപിടിക്കുന്നതിനാണ് എസ്റ്റിമേഷൻ, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്നും അതിനെ വിളിക്കാം. അപ്പം ഓർഗാനിക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതാണ്, പക്ഷെ ഒരുപാട് പഠിക്കാൻ നല്ല ബേസ് വേണം. അപ്പൊ നിങ്ങൾ 10th തരത്തിലെ ഓർഗാനിക്കിന്റെ കാര്യങ്ങൾ ഈ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ കൃത്യമായിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഓർഗാനിക്കിലെ ഫുൾ മാർക്കും നമുക്ക് സ്കോർ ചെയ്യാം. എളുപ്പത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഓർഗാനിക് പഠിക്കുകയും ചെയ്യാം. 13th ചാപ്റ്റർ ആണ് ഹൈഡ്രോ കാർബൺ എന്ന ചാപ്റ്റർ. ഇത് ഓർഗാനിക് കെമിസ്ട്രിയുടെ 2ാമത്തെ യൂണിറ്റ് ആയിട്ട് ഈ +1 പാഠഭാഗത്തിലെ യൂണിറ്റ് ആയിട്ട് വരും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണ് സെക്കൻഡ് ഇയറിന്റെ ഓർഗാനിക്കിന്റെ എല്ലാ ചാപ്റ്ററും. ഇതിൽ വരുന്ന മിക്ക കാര്യങ്ങളും സെക്കൻഡ് ഇയർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ്. എല്ലാ കണ്ടന്റും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ചാപ്റ്റർ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 2ാം വർഷത്തെ ഓർഗാനിക് കെമിസ്ട്രി കുറച്ച് വിഷമമായി വരും. അതുകൊണ്ട് ഈ ചാപ്റ്റർ നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കേണ്ട ചാപ്റ്റർ ആണ്. അതായത് ഇതിനകത്ത് ഹൈഡ്രോ കാർബണുകളുടെ ക്ലാസിഫിക്കേഷൻ ആണ് ആദ്യം പറയുന്നത്. ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലെ 4 കോമ്പൗണ്ടുകൾ, ആ 4 കോമ്പൗണ്ടുകൾ ആൽക്കെയിൻ, സിംഗിൾ ബോണ്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്, കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളാണ് ANE വെച്ചിട്ട് അവസാനിക്കുന്ന ആൽക്കെയിൻ. ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകളാണ് ആൽക്കീൻസ്. അതേപോലെ ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകളാണ് ആൽക്കൈൻ എന്ന് പറയുന്നത്. അതുപോലെ അരോമാറ്റിക് ഹൈഡ്രോ കാർബണുകൾ, റിംഗ് ആയിട്ട് വരുന്ന ബെൻസീൻ ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ആ ബെൻസീൻ ഒക്കെ പോലെയുള്ള അരോമാറ്റിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണുകളാണ് മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്. അപ്പൊ ഈ 4 കോമ്പൗണ്ടുകളുടെ പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ്, അപ്ലിക്കേഷൻ, യൂസസ് എന്നുള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന. ആൽക്കെയിൻ എടുക്കുന്നു, ആൽക്കെയിന്റെ പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ്, അതിന്റെ സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ IUPAC നെയിമിംഗ് ഉണ്ട്, പിന്നെ അതേപോലെ അതിന്റെ അപ്ലിക്കേഷൻ ഉണ്ട്. അതേപോലെ 2ാമത്തെ ടോപ്പിക് ആൽക്കീൻസ്, പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ്, അപ്ലിക്കേഷൻ. ആൽക്കൈൻ, പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ്. അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ, അതിന്റെയും പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ്. ഇതിൽ കുറെ നെയിം റിയാക്ഷൻസ് ഉണ്ട്. നെയിം റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ചില ആളുകളുടെ പേരിലുള്ള അല്ലെങ്കിൽ ചില കോമ്പൗണ്ടുകളുടെ പേരിലുള്ള റിയാക്ഷൻസ് ഒക്കെ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ഞാൻ ഒരു പോയിന്റ് മാത്രം പറയുന്നു, മാർക്കോണിക്കോവ്സ് റൂൾ പോലെയുള്ള റൂളുകൾ ഉണ്ട് ഈ പിന്നെ ആൽക്കീൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതിന്റെ അഡീഷൻ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അതൊക്കെ എക്സാമിനേഷന് സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ്. അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ബേസ് ആണ് ഈ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. അതിനകത്ത് ഈ പറയുന്ന 4 കോമ്പൗണ്ട്, ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ ആൻഡ് അരോമാറ്റിക് ഹൈഡ്രോ കാർബണുകളുടെ എല്ലാ കാര്യങ്ങളുമാണ് ആ ചാപ്റ്ററിൽ പ്രത്യേകിച്ചിട്ട് പറയുന്നത്. അതും 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച റിയാക്ഷൻസുകളൊക്കെ ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്ത് വരികയും ചെയ്യും.
14ാമത്തെ യൂണിറ്റും അവസാനത്തെ യൂണിറ്റുമാണ് എൻവയോൺമെന്റൽ കെമിസ്ട്രി. ഇതൊരു ജനറൽ ടോപ്പിക് ആണ്. കെമിസ്ട്രി പഠിക്കുന്നത് കൊണ്ട് നമ്മുടെ ഈ സമൂഹത്തോട് കാണിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഇതൊക്കെ മെൻഷൻ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ്. പൊല്യൂഷനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എയർ പൊല്യൂഷൻ, അറ്റ്മോസ്ഫറിക് പൊല്യൂഷൻ എന്താണ്, ഗ്ലോബൽ വാർമിംഗ്, അതുപോലെ തന്നെ പിന്നെ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ, ആസിഡ് റെയിൻ പോലെയുള്ള കാര്യങ്ങൾ, അതേപോലെ വാട്ടർ പൊല്യൂഷൻ എങ്ങനെയൊക്കെ ഉണ്ടാകുന്നു, അതിന്റെ റെമഡിയൽ മെഷേഴ്സ് നമുക്ക് എന്തൊക്കെ സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ദെൻ സോയിൽ പൊല്യൂഷൻ എങ്ങനെ ഉണ്ടാകുന്നു, അതിനെ എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം, അത്തരം കാര്യങ്ങൾ. മറ്റൊന്ന് ഇൻഡസ്ട്രിയൽ വേസ്റ്റുകളെ കുറിച്ചാണ്. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നു. പിന്നെ പുതിയ ഒരു ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി, ഗ്രീൻ കെമിസ്ട്രി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഗ്രീൻ കെമിസ്ട്രി എന്താണ്, അതിന്റെ അപ്ലിക്കേഷൻ എന്താണ്, അത് ആയിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ് ആ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചെറിയ ചാപ്റ്റർ ആണ്. വെയിറ്റേജ്, എക്സാമിനേഷൻ ഓഫ് പോയിന്റ് ഓഫ് വ്യൂ വെയിറ്റേജ് കുറവുള്ള ഒരു ചാപ്റ്റർ ആണ് എൻവയോൺമെന്റൽ കെമിസ്ട്രി. ഇങ്ങനെ നിങ്ങൾ 10ാം തരം കഴിഞ്ഞ് +1 ക്ലാസ്സിലേക്ക് പോകുമ്പോൾ എടുക്കേണ്ട മുന്നൊരുക്കങ്ങൾ ഈ ചാപ്റ്ററുകളിലൂടെ പോയി കഴിഞ്ഞാൽ 10ാം തരത്തിലെയോ അല്ലെങ്കിൽ 9ലെയോ 8ലെയോ ഒക്കെ പുസ്തകങ്ങൾ നിങ്ങൾ വെച്ചുകൊണ്ട്, കെമിസ്ട്രി ടെക്സ്റ്റ് വെച്ചുകൊണ്ട് ഒന്ന് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതിലുള്ള കുറെ കാര്യങ്ങൾ അവിടെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്നുകൂടി എൻലാർജ് ചെയ്ത് കുറച്ചുകൂടി വിശദീകരിച്ച് പഠിക്കുകയാണ് +1ൽ ചെയ്യുന്നത്. അപ്പൊ നല്ലൊരു മുന്നൊരുക്കം നടത്തി കഴിഞ്ഞാൽ കെമിസ്ട്രി വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി കഴിയും. കൂടാതെ ഇതിനകത്ത് വരുന്ന ഓരോ പാഠഭാഗങ്ങളും സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് കൂടുതൽ കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇതിന് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പൊ ഇതിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കെമിസ്ട്രി വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിച്ച് മുഴുവൻ മാർക്കും വാങ്ങിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് പിന്നെ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ നല്ലൊരു സയൻസ് റിസൾട്ട് +1 സയൻസ് എടുത്ത് ഉപരിപഠനത്തിലേക്ക് പോകുമ്പോൾ അത് ഏത് മേഖലയായിക്കോട്ടെ, എൻട്രൻസിന്റെ മേഖലയോ അല്ലെങ്കിൽ ഡിഗ്രി മേഖലയോ ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് മേഖലയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിലും നല്ലൊരു ഉപരിപഠന സാധ്യതകളുള്ള കോഴ്സാണ് സയൻസ്. അപ്പൊ സയൻസിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പിന്നെ ചാനലിൽ കാണാവുന്നതാണ്. അപ്പോ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മിച്ചുകൊണ്ട് നല്ലൊരു +1 പിന്നെ കരിയർ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു.